നമ്മുടെ സക്കർ അണ്ണൻ വാട്സപ്പിലേക്ക് ഇഷ്ടംപോലെ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ട് കുറച്ചെങ്കിലും മെച്ചപ്പെട്ട അപ്ഡേറ്റ് ഇതാ ഇന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റുകളാണ്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് വോയിസ് ട്രാൻസ്ക്രിപ്ഷൻ. അതായത് നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഒരു വോയിസ് നോട്ട് അയച്ചു, ആ വോയിസ് നോട്ട് നിങ്ങൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ക്രിപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിനെ ഒരു ടെക്സ്റ്റ് ഫോമിൽ ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോമിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും. അതായത് ആരെങ്കിലും വോയിസ് അയച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കേൾക്കണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരു ടെക്സ്റ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മലയാളത്തിലൊന്നും വർക്ക് ആവില്ല, ഇംഗ്ലീഷിലൊക്കെ വർക്ക് ആവുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ആരെങ്കിലുമൊക്കെ വോയിസ് നോട്ട് അയച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ ഇഷ്ടം പോലെ ഫോട്ടോസ് വാട്സപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാറുണ്ട്. അയക്കുന്ന സമയത്ത് പൊതുവെ എല്ലാവരും പറയുന്നത് ക്വാളിറ്റി പോകും, ഡോക്യുമെൻ്റ് ആയിട്ട് അയക്കുക. എന്നാൽ ഇനി തൊട്ട് നമുക്ക് ഫോട്ടോ അയക്കുന്ന സമയത്ത് അവിടെ മേളിലായിട്ട് ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി സെലക്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഹൈ ക്വാളിറ്റിയിലും നിങ്ങൾക്ക് അയക്കാം, ലോ ക്വാളിറ്റിയിലും അയക്കാം എന്നുള്ള സെറ്റപ്പിൽ വന്നിട്ടുണ്ട്. ഈ നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് അറിയാമല്ലോ. ഡോക്യുമെൻറ്റ്സ് ഓരോന്നായിട്ട് ഓപ്പൺ ആക്കി നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഏത് ഫോട്ടോ ആണെന്നുള്ളത്. വാട്സപ്പിൻ്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ട് ഇത്രയും വർഷമായിട്ടുള്ള ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കൂറ സാധനങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഫോട്ടോയ്ക്കകത്ത് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളാണ്. എന്നാൽ കിടിലം ഒരു ടെക്സ്റ്റ് എഡിറ്ററും കൂടി വരുന്നുണ്ട്. പുതിയ ഫോണ്ടുകളും പുതിയ ഡിസൈനിലും നിങ്ങൾക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിൽ നമ്മുടെ വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട്. നല്ല കാര്യമെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഗ്രൂപ്പിൽ പോലും ഇല്ലാത്ത ആളുകൾ ഭയങ്കര ചുരുക്കമാണ്. എല്ലാവർക്കും ഓരോ ഗ്രൂപ്പുകൾ കാണും. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസ് ഒക്കെ ഗ്രൂപ്പിൻ്റെ അകത്ത് ഓരോ ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതിയിടാൻ പറ്റും. എന്നാൽ അത് ലിമിറ്റഡ് ആണ്. ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിൽ നല്ല നീളമുള്ള ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും എഴുതി വെക്കാനായിട്ട് പറ്റും. പിന്നെ ഷെഡ്യൂൾ കോൾ, അതായത് നിങ്ങൾക്ക് കോളുകൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരാളെ വിളിക്കണം, നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് കോൾ വിളിക്കണം അല്ലെങ്കിൽ ഒരാളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ടൈം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൾ കണക്ട് ആയിക്കോളും. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം. ചിലപ്പം നമുക്ക് ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാനായിട്ട് കറക്റ്റ് 12 മണിക്ക് തന്നെ വീഡിയോ കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് 12 മണിക്ക് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഫീച്ചർ എല്ലാവർക്കും കിട്ടും. അപ്പോൾ അവന്മാരും ബാക്കിയുള്ളവരും എല്ലാവരും ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പണി വാളും. എന്നാൽ ഇത്രയാണ് വാട്സപ്പിൽ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്. കിടിൽ അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. കുറേ നാൾ ടെലിഗ്രാമിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചോർത്തിക്കൊണ്ടുവന്ന കുറേ കൂറ സാധനങ്ങൾ കൊണ്ടാണ് സക്കറെണ്ണം വന്നതെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം എന്തോ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരായിരിക്കും.